Hello students, welcome to Online Mathematics Cafe. അപ്പോൾ ഈ വീഡിയോ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ബാങ്കിങ്ങിലെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 3 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. Mr. Sonu has a recurring deposit account and deposit rupees 750 per month for 2 years. If he get rupees 19,125 at the time of maturity, then find the rate of interest. ഇത് ICSE 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. സോനു ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. മന്ത്ലി ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 750 rupees ആണ്. 2 വർഷത്തേക്കാണ് ടൈം പീരീഡ്. ഇഫ് വി ഗെറ്റ് rupees 19,125 at the time of maturity എന്ന് പറയുമ്പോൾ മെച്യൂരിറ്റി വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 19,125. അങ്ങനെയെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? ഇവിടെ ഇൻട്രസ്റ്റും തന്നിട്ടില്ല, റേറ്റും തന്നിട്ടില്ല, രണ്ടും അൺനോൺ ആണ്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ടതായ 3 ഫോർമുലാസ് ഇതൊക്കെയാണ്. മെച്യൂരിറ്റി വാല്യൂ കാണാനുള്ള ഫോർമുല പിയും എന്നും ഐയും നമുക്കറിയാമെങ്കിൽ എം ബി കാണാനുള്ള ഫോർമുലയാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പിയും എന്നും ആറും അറിയാമെങ്കിൽ ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല. ഇനി നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ കേസിൽ നമുക്ക് ഇൻട്രസ്റ്റ് നമുക്ക് അറിയത്തില്ല, അതുപോലെ ആറും കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇൻട്രസ്റ്റ് അറിയാത്തത് കൊണ്ട് നമുക്ക് സെക്കൻഡ് ഫോർമുല യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി, കാരണം നമുക്ക് മെച്യൂരിറ്റി വാല്യൂ തന്നിട്ടുണ്ട് പക്ഷെ ഇൻട്രസ്റ്റ് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ഒരു ഫോർമുലയാണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത്. ഏതാണ് നോക്കിക്കേ. എം വി ഈക്വൽ ടു പി ഇൻറ്റു എൻ പ്ലസ് ഐ എന്നല്ലേ നമ്മുടെ ഫസ്റ്റ് ഫോർമുല. ഈ ഐയുടെ പ്ലേസിൽ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും പി എൻ പ്ലസ് പി എൻ ആർ ഇൻറ്റു എൻ പ്ലസ് 1/2 ഇൻറ്റു 12 ഇൻറ്റു 100 എന്ന് പറഞ്ഞ ഫോർമുല. ഇനി അതിൽ നിന്ന് നമ്മൾ പി എൻ രണ്ട് ടേമിലും പി എൻ കോമൺ ഫാക്ടർ ആണ് ഇവിടെ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഫസ്റ്റ് ടേമിലും പി എൻ ഉണ്ട്, സെക്കൻഡ് ടേമിൽ പി എൻ ഉണ്ട്. അപ്പോൾ ആ പി എന്നെ കോമൺ ഫാക്ടർ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫോർമുലയാണ് എം ബി ഈക്വൽ ടു പി എൻ ഇൻറ്റു 1 പ്ലസ് ആർ ഇൻറ്റു എൻ പ്ലസ് 1/2 ഇൻറ്റു 12 ഇൻറ്റു 100. അപ്പം നമ്മുടെ ഈ ക്വസ്റ്റ്യന് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഫോർമുല, ആറ് കാണാനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഫോർമുല ഏതാണ്? എം ബി ഈക്വൽ ടു പി എൻ ഇൻറ്റു 1 പ്ലസ് ആർ ഇൻറ്റു എൻ പ്ലസ് 1/2 ഇൻറ്റു 12 ഇൻറ്റു 100. ക്ലിയർ അല്ലേ? അപ്പോൾ ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആറ് കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പം ഫോർമുല പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ഇതെങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാലും മതി. ആദ്യത്തെ 2 ഫോർമുല എന്തായാലും ബൈ ഹാർട്ട് ആക്കുക. അതിൽ നിന്ന് ഈ തേർഡ് ഫോർമുല നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ബൈ ഹാർട്ട് ആക്കേണ്ട ആവശ്യമില്ല, അല്ലാന്നുണ്ടെങ്കിൽ ബൈ ഹാർട്ട് ആക്കുക. ഓക്കെ, അപ്പം നമുക്കിവിടെ ആറാണ് കാണേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളത് ഇവിടെ പി തന്നിട്ടുണ്ട് rupees 750. അതുപോലെ നമുക്ക് തന്നിട്ടുണ്ട് എൻ ഇയേഴ്സിലാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പം അത് നമ്മൾ മന്തിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1 year 12 month ആണ്. അപ്പം 2 years എന്ന് പറയുമ്പോൾ 24 months എന്ന് കിട്ടും. പിന്നെ നമുക്ക് മെച്യൂരിറ്റി വാല്യൂ തന്നിട്ടുണ്ട് 19,125 rupees. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എം ബിയുടെ പ്ലേസിൽ നമുക്ക് അതിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തു. ദെൻ പിയുടെ പ്ലേസിൽ 750 എന്ന് പറയുന്ന വാല്യൂ ഇട്ടു. എൻ എന്ന് പറയുന്നത് 24 ആണ്, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ബ്രാക്കറ്റിൻ്റെ അകത്ത് ഒരു 1 ഉണ്ട്, പ്ലസ് ആർ ഇൻറ്റു എൻ പ്ലസ് 1 എന്താ വരിക? എൻ 24 ആണ്. അപ്പം 24 പ്ലസ് 1 ചെയ്യുമ്പം 25 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 12 ഇൻറ്റു 100. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നമുക്ക് ക്യാൻസലേഷൻ, ഇതിൻ്റെ അകത്ത് നമുക്കൊരു ക്യാൻസലേഷൻ ചെയ്യാം. കാരണം 25ഉം 100ഉം 4 ടൈംസ് ആണല്ലോ. അപ്പം അത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. വേറെ ഒന്നും ഇനി നമുക്ക് ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് ക്യാൻസലേഷൻ ഇല്ല. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് നോക്കിക്ക്. 19,125. ഈ 750യും 24നെയും നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഫോമിലാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ലെഫ്റ്റ് സൈഡിൽ പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. അപ്പം 750 ഇൻറ്റു 24 ഈക്വൽ ടു 1 പ്ലസ് എന്താ വരിക? R/2 ഇൻറ്റു 12 ഇൻറ്റു 4. 4 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 8 കിട്ടും. 8 ഇൻറ്റു 12 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 96 എന്ന് കിട്ടും.
ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നമുക്ക് ക്യാൻസലേഷൻ, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്താ ക്യാൻസലേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 19125ഉം 750യും നമുക്ക് 25ൽ ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇപ്പോൾ 19125നെ 25ൽ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ 765 ആണ്. അതേപോലെ 750 നിങ്ങൾ 25ൽ ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്ക് 38. 5ലൊക്കെ പോകും, പക്ഷെ 5ലൊക്കെ ചെയ്യുവാണെങ്കിൽ കുറേയും കൂടി എന്താണ് സ്റ്റെപ്സ് കൂടും. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിനെ 5ൽ ക്യാൻസൽ ചെയ്യാം. 5ൽ 30 ആകുമ്പോൾ 6 ടൈംസ് ആവും. 765നെ 5ൽ ചെയ്യുമ്പോൾ 153 എന്ന് കിട്ടും. സോ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ 153 ബൈ ഡിനോമിനേറ്ററിൽ ഇവിടെ നമുക്ക് 6 കൊണ്ട് 24 ഉണ്ട് അല്ലേ? അപ്പോൾ 6 × 24 ചെയ്യുമ്പോൾ 144 എന്നാണ് നമുക്ക് കിട്ടുക. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1 + r/96 ആണ് ഉള്ളത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ 1നെ ലെഫ്റ്റിലോട്ട് കൊടുക്കുക. അപ്പോൾ 1 ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ അതെന്താവും? ഇവിടെ അഡീഷൻ ഫോമിലാണ് നിൽക്കുന്നത് അല്ലേ? ആറുമായിട്ട് അഡീഷൻ ഫോം ആണ്. അപ്പോൾ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ അത് സബ്ട്രാക്ഷൻ ആവും. അപ്പോൾ -1 ആവും. ഓക്കെ അല്ലേ? അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ r/96. ഇനി നിങ്ങൾ ഇതിവിടെ LCM എടുക്കുക. LCM എടുക്കുമ്പോൾ 153 - 144 ഡിവൈഡഡ് ബൈ 144 ഈക്വൽ ടു r/96. ഇവിടെ നിങ്ങൾ ഡിഫറൻസ് എടുക്കുമ്പോൾ 153 - 144 എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ 9/144 ഈക്വൽ ടു r/96 എന്ന് കിട്ടും. നമുക്ക് 6 ആണ് വേണ്ട. അപ്പോൾ 96നെയും കൂടി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോവുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? r/96 ഈക്വൽ ടു 9/144. LHSഉം RHSഉം ഒന്നും ഷിഫ്റ്റ് ചെയ്തതേ ഉള്ളൂ. ഇനി 96ന്റെ റൈറ്റിലോട്ട് പോകുമ്പോൾ 9 × 96/144. കാരണം 6ഉം 96ഉം ഡിവിഷൻ ഫോം ആണ്. അപ്പോൾ ഡിവിഷനിൽ നിൽക്കുന്ന ഒരാളെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ഏത് ഫോമിലാവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. ക്ലിയർ അല്ലേ? ഇനി ഇത് ക്യാൻസലേഷൻ ചെയ്താൽ മതി. ഇവിടെ നമുക്ക് 4ൽ ചെയ്ത് നോക്കാം. 96 4ൽ ചെയ്യുമ്പം 24 ആണ് വരുന്നത്. അപ്പം 96നെ ഞാൻ 4ൽ ചെയ്തു 24 ടൈംസ്. ഇനി 144നെ ഞാൻ 4ൽ ചെയ്യുമ്പം 36 ആണ് കിട്ടുന്നത്. ഇനി 9ഉം 36ഉം നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. എത്ര ടൈംസാ? 4 ടൈംസ്. ഇനി 4ഉം 24ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. 24/4 എന്ന് പറയുന്നത് എന്താണ്? 6 എന്ന് കിട്ടും. സോ നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R എന്ന് പറയുന്നത് എത്രയായിട്ട് കിട്ടി? 6% ആണെന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ പഠിച്ചു വെച്ചേക്കേണ്ട ഫോർമുല, ബൈഹാർട്ട് ആക്കേണ്ട ഫോർമുല ഇതാണ്. നമ്മുടെ ആദ്യത്തെ 2 ഫോർമുലയും കൂടി കമ്പൈൻ ചെയ്ത ഒരു ഫോർമുലയാണ്. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. MV ഈക്വൽ ടു PN × 1 + R × n+1/2 × 12 × 100. ക്ലിയർ അല്ലേ? Okay, thank you.